പ്രത്യേകിച്ച് നമുക്ക് ഈ ജോലിയോടൊപ്പം പഠിക്കുന്ന ആൾക്കാർക്കുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു സമയം കിട്ടുന്നുള്ളൂ. അപ്പം നൈറ്റ് ടൈമിൽ മാക്സിമം ഇരിക്കും. ഇപ്പൊ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനുള്ളിൽ കൂടെ ആയിരിക്കും ടാലന്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഹെഡ്സെറ്റ് വെച്ചിട്ട് ക്ലാസ് ഒക്കെ അങ്ങനെയൊക്കെ അധികം കുക്കിങ്ങിന്റെ ഇടയ്ക്ക് ക്ലാസ് കേൾക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അല്ലാതെ തീരൂല. കേരള ബാങ്ക് കേരള PSC പരീക്ഷ 600-ലധികം റാങ്കുകൾ കരസ്ഥമാക്കിയ സഹകാരിയുടെ ചുണക്കുട്ടികളെ ഓരോരുത്തരായിട്ട് നമ്മൾ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സക്സസ് സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെടുത്തി പരിചയപ്പെടുന്നത് അനുഗ്രഹയാണ്. അനുഗ്രഹ കേരള ബാങ്കിലേക്കുള്ള സൊസൈറ്റി കാറ്റഗറി പരീക്ഷയിൽ 9ാമത്തെ റാങ്ക് മേടിച്ചുകൊണ്ട്, അതായത് ശ്രദ്ധിക്കുക, ഏകദേശം 800ഓളം പേര് വരുന്ന റാങ്ക് ലിസ്റ്റിൽ 9ാമത്തെ റാങ്ക് സ്റ്റേറ്റ് വേർഡ് വന്ന സഹകാരിയുടെ ചുണക്കുട്ടിയാണ്. അപ്പോൾ പ്രത്യേകിച്ചും അനുഗ്രഹം ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് സഹകാരിലേക്ക് വരികയും ജോലിയോടൊപ്പമുള്ള പ്രിപ്പറേഷനാണ് അനുഗ്രഹയെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അനുഗ്രഹയുടെ ഒരു വിശേഷങ്ങൾ എസ്പെഷ്യലി അറിയേണ്ടത് അവരുടെ പഠനത്തിൻ്റെ മെത്തേഡുകളൊക്കെയാണ്. അപ്പോൾ അനുഗ്രഹം എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. കേരള ബാങ്കിലേക്ക് ആദ്യ റാങ്കുകളിൽ ആദ്യ 10-1 നേരണമെന്ന് ആദ്യമേ ചിന്തിച്ചുറപ്പിച്ചായിരുന്നോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. മാക്സിമം പറ്റുന്ന പോലെ ശ്രമിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എത്ര സമയം അനുഗ്രഹം പഠിക്കുകയായിരുന്നു? സമയം വെച്ചില്ല. എനിക്ക് എന്താ വെച്ചാൽ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു സമയം കിട്ടുന്നുള്ളൂ. അപ്പം നൈറ്റ് ടൈമിൽ മാക്സിമം ഇരിക്കും. രാവിലെ എന്തായാലും കഴിയില്ല ജോലിക്ക് പോകാനുള്ളത്. അപ്പൊ രാവിലെ ജോലിന്റെ സമയത്ത് നമ്മൾ മൊബൈൽ ഓണാക്കി ക്ലാസ് കേൾക്കുക. അങ്ങനെ അപ്പൊ എന്തായാലും ആദ്യമായിട്ട് ചോദിക്കേണ്ട ഇതാണ്, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഇപ്പോൾ ഈ 9ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും അനുഗ്രഹയുടെ ഒരു ഫീൽ എന്താണ്? അതൊരു സ്പെഷ്യൽ ഫീൽ ആയിരിക്കുമല്ലോ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും മുന്നിലുണ്ടാവും വിചാരിച്ചിട്ടില്ല. ഈ ഒരു സ്പെഷ്യൽ വിജയം സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വന്ന 9ാം റാങ്ക് അനുഗ്രഹം ഇപ്പൊ ആർക്കാണ് സമർപ്പിക്കുന്നത്? എന്റെ ഫാമിലിക്ക് തന്നെ, പിന്നെ സഹകാരി. നമ്മുടെ സപ്പോർട്ട്, ഫാമിലി പരമായിട്ടുള്ള സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്? ഫാമിലി പരമായിട്ട് വീട്ടില് ഹസ്ബൻഡ് ആണെങ്കിലും ഹസ്ബൻഡിന്റെ അമ്മയാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. മക്കളൊക്കെ? മക്കൾക്കൊക്കെ പഠിക്കാനുള്ളതൊക്കെ സപ്പോർട്ട് ചെയ്തു. ഞാനും കൂടെ പഠിക്കും. അവർക്ക് പഠിക്കാനുള്ള അവർ പഠിക്കും, എനിക്കുള്ള പഠിക്കും. ഞാൻ നേരത്തെ ചോദിച്ചു സമയത്തിന്റെ കാര്യത്തില്, പ്രത്യേകിച്ച് നമുക്ക് ഈ ജോലിയോടൊപ്പം പഠിക്കുന്ന ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിൽ എത്രത്തോളം സമയം ആവറേജ് എത്ര നീക്കി വയ്ക്കാൻ പറ്റുമായിരുന്നു? നൈറ്റ് എന്തായാലും ഞാനൊരു 9 മണിക്ക് തുടങ്ങുള്ളൂ. ഒരു 11:30 വരെ അത്ര. പക്ഷെ എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് അധികം ഉറക്കളയ്ക്കാൻ പറ്റില്ല. പിന്നെ ഹോളിഡേയ്സിൽ മാക്സിമം ഇപ്പൊ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനുള്ളിൽ കൂടെ ആയിരിക്കും ടാലന്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അങ്ങനെയൊക്കെ കൂട്ടത്തില് നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ കൂട്ടത്തിലും മറ്റുള്ള കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും. ഹെഡ്സെറ്റ് വെച്ചിട്ട് ക്ലാസ് ഒക്കെ അങ്ങനെയൊക്കെ അധികം കുക്കിങ്ങിന്റെ ഇടയ്ക്ക് ക്ലാസ് കേൾക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അല്ലാതെ തീരൂല. അപ്പൊ നിങ്ങള് കുക്കിംഗ് ആവട്ടെ, അലക്ക് ആവട്ടെ, അല്ലെ വീട്ടിൽ എന്ത് ജോലി ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മറ്റ് ഇതര ജോലികളാവട്ടെ, നിങ്ങളുടെ ബ്രെയിൻ ഇൻവോൾവ് ആകാതെ നമ്മൾ ഡെയിലി ചെയ്യുന്ന എന്ത് കാര്യത്തിലും നമുക്ക് പഠനത്തിലുള്ള ഇൻവോൾവ് ചെയ്യിക്കാമെന്നാണ് അനുഗ്രഹം പറയുന്നത്. അനുഗ്രഹം പറയുന്നില്ല, ഒരുപാട് വിജയികളുടെ അനുഭവമാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെയിനിൽ സാധനം ഉണ്ടാവണം, അല്ലേ? സ്വപ്നം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ ഉറപ്പായിട്ടും പോകും, ഒരു സംശയം വേണ്ട. എന്തായാലും കേരള ബാങ്കിലേക്ക് ആ ഫസ്റ്റ് അഡ്വൈസ് തന്നെ കയറാൻ പോകുന്നു. എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇതുപോലെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. അതായത് ജോലിയോടൊപ്പമൊക്കെ പഠിക്കുന്ന, എനിക്ക് നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കൊടുക്കുന്ന സന്ദേശമാണ് എനിക്ക്. ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടും. നമുക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ സമയം എങ്ങനെയെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പം നമുക്ക് അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ.